രാഷ്ട്രീയ, ആധ്യാത്മിക, സാംസ്കാരിക മേഖലയിൽ നിറ സാന്നിധ്യം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച സർവ്വർക്കും വേണ്ടി നല്ലതിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ 2025 മാനവ സൗഹൃദ സംഗമങ്ങളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സമാധാനമായ അധ്യക്ഷൻ CCCയുടെ സംസ്ഥാന ചെയർമാൻ സാഹിബ്, നമ്മുടെ ഒഡീഷയിലെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയൻ കേരളത്തിൻ്റെ മതേതര പൈതൃകത്തിന് എന്നും തൻ്റേതായ പ്രത്യേക ശൈലിയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നേതൃത്വം തന്നുകൊണ്ടിരിക്കുന്നവരുമായ കർദിനാൾ ബസേലിയസ് ക്ലീമീസ് അവരുടെ ബ്രഹ്മശ്രീ സത്യാനന്ദ സ്വാമികളവർ, സ്വാമി ഗുരുദത്തൻ ജ്ഞാനതപസ്വി, ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി, ഡോക്ടർ വിജയൻ പെരേര, സ്വാമി ശ്രീ വിനാട്, ഡോക്ടർ ശ്രീ മടവൂർ, ശ്രീ രാമചന്ദ്രൻ വേണു, പാതാനന്ദ വെങ്കേക്കര, മറ്റു വിശിഷ്ടാതിഥികൾ, ഇവരെ പുതിയ സഹോദരി സഹോദരന്മാർ, ഏറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഏതാണ്ട് 12 വർഷക്കാലമായി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വിവിധ സമുദായങ്ങളുടെ ഒരു കൂട്ടായ്മ. കേരളം എന്നും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. കേരളത്തിൻ്റെ സമാധാനവും ശാന്തിയും സൗഹാർദ്ദവും ഇവയെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചുമതലയാണ് എന്ന് മഹായ കമ്മ്യൂണിസ്റ്റ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത് പൗരൻ്റെ മൗലികാവകാശവുമാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഏറെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം, അതിൽ ആ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മൾ വേറെ ഏത് സംസ്ഥാനത്ത് പോയാലും കേരളീയരാണ് എന്ന് അറിയുമ്പോൾ അവിടുത്തെ ആളുകൾ, സുഹൃത്തുക്കൾ, കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെയും കമ്മ്യൂണൽ ഹാർമണിയെക്കുറിച്ചൊക്കെ വളരെയേറെ താല്പര്യത്തോടെ അന്വേഷിക്കാറ്. തിരുമേനിയോട് സൂചിപ്പിച്ചതുപോലെ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നങ്ങൾ ഉടലെടുത്ത ആ കാലത്ത് അന്നും കേരളം കാത്തു സൂക്ഷിച്ച സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ക്ഷമയുടെയും സംയമനത്തിൻ്റെയും നല്ല ഉദാഹരണം. അത് കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആർക്കും തന്നെ അത് സ്മരിക്കുവാൻ സാധ്യതയുണ്ട്. ആ ചരിത്രം തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇവിടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന നമ്മുടെ രാജ്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളവും. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകം അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത്. ഇന്ത്യ മതങ്ങളെ സ്വീകരിച്ചിട്ടുള്ള, മതങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള, അതുപോലെ മതങ്ങളെ പ്രസവിച്ചിട്ടുമുള്ള രാജ്യമാണ്. ഇവിടെ തന്നെ ഉദ്ഭുതമായിട്ടുള്ള മതങ്ങളുണ്ട്. അതോടൊപ്പം പുറം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ള മതങ്ങളുണ്ട്. അവയൊന്നും എതിർപ്പ് കൂടാതെ സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യക്ക്. കേരളം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളത്തിലെ
മഹാനായ സെന്റ് തോമസ് അഴീക്കോട്ടിലൂടെ കടന്നു. തൊട്ടടുത്ത് തന്നെയാണ് അവിടെ മാലിക്കും ദീനാവും കപ്പിലും കടന്നു. രണ്ടുപേരും കടന്നു വന്നപ്പോഴൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ സമൂഹം ഈ കടന്നു വന്ന രണ്ടുപേരുടെയും മതങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു. പെരുമാൾ രാജാക്കന്മാരുടെ മുമ്പൊക്കെ അതായത് ഉണ്ടായിരുന്നു. സെന്റ് തോമസ് കടന്നു വന്നപ്പോഴും മാലിക്കുദ്ദീന കടന്നു വന്നപ്പോഴും ആ സമൂഹം, തദ്ദേശീയ സമൂഹം ഒരിക്കലും അവരെ ഗോബാക്ക് വിളിച്ച് അല്ല സ്വീകരിച്ചു. അവരോട് പ്രതികരിച്ചത് അങ്ങനെയല്ല, മറിച്ച് ഇരു കൈയും കൂട്ടി അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആലിംഗനബദ്ധരായിട്ടാണ് അവർ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു. സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ടേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള യാത്ര. മാലിക്കുദ്ദീന കൊടുങ്ങല്ലൂരിൽ നിന്ന് അങ്ങോട്ട് വടക്കോട്ടേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അവിടങ്ങളിലൊക്കെയുള്ള സമൂഹത്തെ അവരുടെ സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ആ സംസ്കാരത്തിലേക്ക് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും അന്നത്തെ കേരളത്തിലെ തദ്ദേശീയ സമൂഹം, കേരളത്തിലെ ഹൈന്ദവ സമൂഹം അതിനെ എതിർക്കുകയുണ്ടായി. മാലിക്കുദ്ദീന സ്ഥാപിച്ച പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്റ്റ് ഇൻ ഇന്ത്യ എന്നിപ്പോഴും അതറിയുന്നു. പെരുമാൾ രാജാക്കന്മാരാണ് എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തു. അവര് ഞങ്ങൾക്കൊരു പള്ളി വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാടകരെ തന്നെയാണ്, അവിടെ നിലവിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാടകരെ തന്നെയാണ് പള്ളിക്കുള്ള സ്ഥലവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെയാണ് പെരുമാൾ രാജാക്കന്മാരുടെ പിന്മാർ അവർക്ക് നൽകി. ഇന്ത്യയിൽ ക്രിസ്ത്യാനിസവും ഇസ്ലാമിസവും എതിർപ്പോടെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നുപോകുന്നു. പരസ്പര സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ആചാര മര്യാദകളുടെ ഉപചാരങ്ങളോടെയുമാണ്, ആതിഥ്യ മര്യാദകളോടെയാണ് അവർ കേരളത്തിൻ്റെ മുന്നിൽ വന്ന് പിന്നീട് അത് ഇന്ത്യയിലെ മറ്റൊരു ഭാഗങ്ങളിലേക്കും ആ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു. മുസ്ലിങ്ങൾ മുമ്പും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, വടക്കേ ഇന്ത്യയിൽ. അത് മുഹമ്മദ് ഗസ്നിമാരും കാസിമാരും ഒക്കെ കടന്നത്. പക്ഷേ ഇസ്ലാം പ്രചരിപ്പിക്കാനില്ല, ഇസ്ലാമിൻ്റെ പേരിലുമല്ല അവർ വന്നത് അവരുടെ സാമ്രാജ്യ കാര്യങ്ങൾക്കാണ്, രാജ്യം പ്രചരിപ്പിക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ കടന്നു വന്നത്. അതല്ലാതെ മതത്തിൻ്റെ പേരിലല്ല, മതത്തെ പ്രചരിപ്പിക്കാനില്ല. മുഗൾ സംസ്കാരം അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അവർ ഇസ്ലാമിൻ്റെ നാമധേയം അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ പ്രാതിനിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ ഒരിക്കലും ഒരു ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനോ ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കാനോ ഒന്നും തന്നെയല്ല അവരുടെ ഭരണകാലത്ത് തയ്യാറാണ്. ഇസ്ലാമിനെ ഇസ്ലാം ഇന്ത്യയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലൂടെയാണ്. അതിനു മുമ്പ് കേരളത്തിൽ അറബികളൊക്കെ വന്നിട്ടുണ്ട്. അറബിയുടെ ഏറ്റവും വലിയ വിപണന കേന്ദ്രം കേരളമായിരുന്നു. കേരളം ഇന്ത്യ നല്ല വിപണിയാണ് അത് സംബന്ധിച്ചത്. ഇന്ത്യയിലേക്ക് അവർ സാധനം കൊണ്ടുവന്നു. ഇവിടുന്ന് കുരുമുളകും മറ്റു സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ബ്ലാക്ക് ഗോൾഡ് എന്ന കുരുമുളക്, അതുപോലെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഇവിടുന്ന് അത് വിപണനത്തിൽ പരസ്പരം കച്ചവടങ്ങളിലൂടെ തന്നെ കൈമാറും. കച്ചവടപരമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ വന്നപ്പോൾ സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളെ പരസ്പരം മനസ്സിലാക്കുകയും ആ സംസ്കാരങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും. അതൊക്കെ തന്നെ പുലർത്തിയ ആ സൗഹാർദ്ദം അതിന് കോട്ടം തട്ടാതെ ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക്
കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത്. ഗോഡ്സ് കൺട്രി നമ്മൾ പറയുന്നത് ഒരുപക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിന് ഗോഡ്സ് കൺട്രി എന്ന പേര് കൊടുത്ത് അതുകൊണ്ടായിരിക്കും ഈ സൗഹൃദം കാലങ്ങൾക്ക് മുമ്പേയുള്ള സൗഹൃദം ഇപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ്. സംഭവപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലൂടെ കടന്നുപോയപ്പോഴും കേരളത്തിൻ്റെ സൗഹൃദത്തിന് കോട്ടം തട്ടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയുമെല്ലാം സൗഹാർദ്ദത്തോടെ തന്നെ ജീവിക്കുവാനാണ് തയ്യാറായി. പ്രകോപനങ്ങൾക്ക് പലപ്പോഴായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോഴും അതിൻ്റെ അനുകരണങ്ങൾ കേരളത്തിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് അത് പകർന്നു പിടിക്കാറില്ല. അത് പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ ദൃശ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മാധ്യമങ്ങളിലൂടെ നമ്മളതൊക്കെ മനസ്സിലാക്കുന്നു, കാണുന്നു. അല്ലാതെ ഒന്നും അത് നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ ശ്രമിച്ചിട്ടില്ല. മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള സൗഹൃദത്തെ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ വളർത്തുകയാണ് കേരളം ചെയ്തിരിക്കുന്നത്. മനുഷ്യത്വത്തെ ഇത്രമാത്രം അംഗീകരിക്കുന്ന, മനുഷ്യത്വത്തെ ഇത്രമാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം പക്ഷേ നമ്മുടെ കേരളം മാത്രമായിരുന്നു. ഇന്നെങ്കിൽ നമ്മുടെ അഭിമാനിക്കുന്നു. 4 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു വിശിഷ്ട അതിഥി കേരളം സന്ദർശിക്കുകയായിരുന്നു. എറിക് അറ്റ്കിൻസ് എന്നാണ് US കോൺസുലേറ്റിൽ, ഇന്ത്യയിലെ അമേരിക്കൻ കോൺസുലേറ്റ്. അവിടുത്തെ എറിക് അറ്റ്കിൻസ് എന്ന ഡിപ്ലോമസി ഓഫീസർ അദ്ദേഹം കേരളം സന്ദർശിച്ചു. വിവിധ ആളുകളുമായിട്ടൊക്കെ അദ്ദേഹം നമ്മളോടൊക്കെ അദ്ദേഹം കണ്ടിരുന്നു. വിവിധ സ്ഥാപനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അപ്പോഴൊക്കെ മനസ്സിലാക്കി, അദ്ദേഹത്തിന് സംസാരത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിൻ്റെ ഈ സൗഹൃദത്തെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ കാണുന്ന ഈ വൈവിധ്യം, സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന ഈ വൈവിധ്യം, ഇത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ചെന്നൈയിലാണ്, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ചെന്നൈയിലാണ്. അദ്ദേഹം പറഞ്ഞു, ചെന്നൈയിൽ തമിഴ്നാട്ടിലൊക്കെ കുറച്ച് സൗഹൃദം കാണാൻ കഴിയുന്നു, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പലപ്പോഴും അത് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കേരളീയർ ഈ സൗഹാർദ്ദത്തെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വളർത്തണം എന്നാണ് അമേരിക്കക്കാരനായ എറിക് അറ്റ്കിൻസ് എന്ന ഡിപ്ലോമസി ഓഫീസർ നമ്മളോടൊക്കെ അഭിപ്രായപ്പെട്ടു. ഇവരുടെ നേതാക്കളെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഡോക്ടർ മധു സാഹിബ് കണ്ടിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്, പല സ്ഥാപനങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഉദ്ഘാടനം, എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് മാനവ സൗഹൃദ സംഘടനയുടെ ദേശീയതല ഉദ്ഘാടനമാണ്. യാദൃശ്ചികമായിട്ടായിരിക്കാം, പക്ഷെ എനിക്ക് പറയാനുള്ളത് അറ്റ്കിൻസ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ ദേശീയ തലത്തിലേക്ക് പരിശീലിപ്പിക്കേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണ്. ഒരുപക്ഷെ അതിന് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വേഗതയിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ, അതാണ് ഇന്ന് ഇന്ത്യ കാണുന്ന, ഇന്ത്യ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്നുള്ളത്. വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും വെറുപ്പിൻ്റെയും പ്രത്യയശാസ്ത്രത്തെയാണ് ഇന്ന് പലരും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രം പലപ്പോഴും പലയിടത്തും വിജയിക്കുന്നുണ്ട്. വെറുപ്പിൻ്റെ മാർഗങ്ങളിലൂടെ, വെറുപ്പിൻ്റെ പ്രചാരണത്തിലൂടെ ഉണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള വിടവുകൾ, ആ വിടവിലൂടെ അധികാരത്തിലേക്ക് വരുവാൻ കഴിയുന്ന ആളുകളുടെ സ്ഥാനങ്ങളിൽ രാജ്യത്തുണ്ട്. എന്നാൽ കേരളം അതിനൊന്നും ഇടപെടുത്തിട്ടില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നുണ്ടാവും, രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നതൊക്കെ ഉണ്ടാവും. അത് വേണം, അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അഭിപ്രായങ്ങളുടെ സംഘടന എന്നുള്ളത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും കേരളത്തിൻ്റെ ഒരു കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകാറുണ്ട്. വർഗീയത ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മനഃശാസ്ത്രം അതാണ്.
ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും കൂടുതലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മാനവ സൗഹൃദത്തിൻ്റെ നല്ല ചിന്ത. എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണത്. നിറഞ്ഞു നിൽക്കുന്ന ഒരു നന്മയാണിത് മാനവ സൗഹൃദം എന്നുള്ളത്. അത് കേരളത്തിൻ്റെ പ്രത്യേകത. ഗോഡ്സൺഡെയാണ്. ദൈവം എപ്പോഴും നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ എന്ന് നമുക്ക് അഭിമാനത്തോടെ നമ്മളോട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവം പറയുന്നതാണ്, ഞാൻ മനുഷ്യരെ ഒരുപാട് ദൈവത്തിൻ്റെ സൃഷ്ടികളുണ്ടല്ലോ. മനുഷ്യനുണ്ട്, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളുണ്ട്, സസ്യജാലങ്ങളുണ്ട്, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുടെ സൃഷ്ടിയാണ്. പക്ഷേ ദൈവം പറയുന്നുണ്ട്, നിനക്ക് ആദം എന്ന് ഞാൻ പറയുന്നുണ്ട്. അതായത് ഞാൻ മനുഷ്യ സമൂഹത്തിൽ ആദം സന്തതികളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ബാക്കിയുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും ദൈവം പറയുന്നില്ല. ആദം സന്തതികൾ മനുഷ്യർക്ക് വേണ്ടിയാണ് സർവ്വതും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ദൈവം പറയുക. മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി, അവന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, അവന്റെ ജീവിത ആയോധനത്തിന് വേണ്ടി. അതിനാണ് ഈ പ്രകൃതിയെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രകൃതിയെ മനുഷ്യനെ അവൻ ഒരുക്കി തന്നിരിക്കുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. ശാസ്ത്രവും സാങ്കേതികതയും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മറ്റു ചിന്തകളും ഇതിലൂടെയൊക്കെ തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. അപ്പൊ ആ കഴിവ് നൽകിയിട്ടുള്ള മനുഷ്യനെ, ആ മനുഷ്യനെ ദൈവം അംഗീകരിക്കുന്നില്ല, ആ മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ പരസ്പരമുള്ള ഇഷ്ടം, അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൈവവിശ്വാസികളാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത് പരസ്പരമുള്ള നമ്മുടെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ്. അതല്ലാതെ നമുക്ക് എതിർക്കൂടെ അല്ലെങ്കിൽ നമ്മുടെ വിഭാഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പ്രചരിപ്പിക്കണം. ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിച്ചു. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതായി മുനമ്പം പ്രശ്നം കേരളത്തിൽ ജനങ്ങളെയേറെ ഉറ്റുനോക്കുന്ന പ്രശ്നമാണ്, വൈകാരികതയ്ക്കുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ അവിടെ നമുക്ക് ചെയ്യാനുള്ള എന്താ, അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ വിഷമം അനുഭവിക്കുന്നുണ്ട്. അവിടുത്തെ ഒരുപാട് ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവരെ നടി പോകണം എന്നൊരു സ്ഥിതി നിയമപരമായിട്ടായാലോ വേറെ ഏതെങ്കിലും രീതിയിലോ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും അവിടെ ഉണ്ടായിക്കൂടാ. മുൻപ് വർഷത്തെ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് വേണ്ടി ആരെല്ലാം ഉപയോഗപ്പെടുന്നുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ദുരുപയോഗം ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ മുസ്ലിം സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തു. ഒരിക്കലും തന്നെ അവിടെ താമസിക്കുന്ന അവരൊരിക്കലും കുടിയിറക്കപ്പെട്ടുകൂടാ. മുൻപത്തെ പ്രശ്നത്തിൽ സർക്കാർ നിയമപരമായിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതുള്ളത്, അതുപോലെ തന്നെ അവിടുത്തെ വിവിധ വിഷയങ്ങൾ, അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള നിലപാടുകൾ എന്താണ്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് സർക്കാരാണ് അവിടെ സമാധാനം ഉണ്ടാക്കേണ്ടത്, അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുന്നത്. അതല്ലാതെ മറ്റൊരു തരത്തിലേക്ക് അതിനെ വളരുവാൻ അനുവദിച്ചു. ഇനി ഞാൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് കൂടിക്കാണുവാൻ അവസരം ലഭിക്കുകയുണ്ടായി. 16 ബിഷപ്പുമാരാണ് അന്ന് എറണാകുളത്ത് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. വളരെ സൗഹൃദത്തോടെയാണ്. ഈ സ്നേഹാന്തരീക്ഷം അതിലൊരിക്കലും കോട്ടം തട്ടിക്കൂടാ എന്നത് തന്നെയാണ് അവർ പറഞ്ഞത്. കൂടിയാലോചനയിലൂടെ പോയി എനിക്ക് മനസ്സിലാക്കും. അതല്ലാതെ പരസ്പരം പരിചാരിയെ കുറ്റപ്പെടുത്തിയോ അതിലെ വ്രണങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടതെന്ന് അവരും പറയുകയുണ്ടായി. ഖുർആൻ പറയുന്നുണ്ട്, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം, അവരുടെ അക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാവും, സാമൂഹിക ജീവിതത്തിലൊക്കെ ഉണ്ടാവും. പരസ്പരം അന്യോന്യമുള്ള ശത്രുതയെ ഉടലെടുത്ത് വരും. പക്ഷെ അങ്ങനെയുള്ള ആ ശത്രുതാ മനോഭാവം ഉണ്ടാകുമ്പോൾ അവരോട് അക്രമം പ്രവർത്തിക്കരുത്. വിദ്വേഷം ഉണ്ടാകുമ്പോൾ അക്രമം പ്രവർത്തിച്ചുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. മറിച്ച് കൂടിയാലോചനകളിലൂടെയാണ്, പരസ്പര ചർച്ചകളിലൂടെയാണ്
ഡയലോഗിലൂടെയാണ് നമുക്ക് സൊല്യൂഷൻ കാണേണ്ടതായിട്ടുള്ളത്. ഡയലോഗ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു കഴിവ്. മൃഗങ്ങൾ എന്തുണ്ടാകുമ്പോൾ ഡയലോഗ് ചെയ്യാൻ കാത്തിരിക്കുകയില്ല, അത് പ്രശ്നം കടിച്ചു തീർന്ന കാഴ്ച നമുക്ക് കാണാറുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? കൂടിയാലോചിക്കണം, ചർച്ച ചെയ്യണം, ഡയലോഗ് ഉണ്ടാക്കണം. അതാണ് സോഷ്യോളജി എന്നോട് പറയുന്നത്. പരസ്പരമുള്ള സംവാദങ്ങളിലൂടെ, പരസ്പരമുള്ള സംഭാഷണങ്ങളിലൂടെ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാകുന്നത്. വരുമ്പ വിഷയത്തിൽ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏത് സങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ അത് തന്നെയാണ്. പ്രഭാവി വിഷു എന്ന് പരിഹരിച്ചെന്താ? കോടതിയാണ്. ആ കോടതി വിധിയെ എല്ലാവരും അംഗീകരിച്ചു. അതൊരു സൗഹൃദപരമായിട്ടുള്ള കൂടിയാലോചനയാണ്. അതിന് ഫലമായിട്ടാണ്. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടിയാലോചനകളിലൂടെ, പരസ്പരമുള്ള വിശകലനങ്ങളിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്തും. ആ ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അപകർഷതാബോധത്തോടെയോ അല്ലെങ്കിൽ വിദ്വേഷത്തിലൂടെയോ അല്ല നമുക്ക് കടന്നു പോകുന്നത്. നമ്മുടെ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഇതും ആ ഒരു ലക്ഷ്യത്തോടെ അതിനെ സാറിനെ അത്യന്തം ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരുപാട് തിരക്കുകളുള്ളൊരു വ്യക്തിയാണ്. ലോകത്തിൻ്റെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ ചെലുത്താറുള്ളത്. അദ്ദേഹം നല്ലൊരു എഞ്ചിനീയറാണ്, ആർക്കിടെക്ചറാണ്. ആ മേഖലയിലൊക്കെ രാജ്യത്ത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല വ്യക്തിത്വം. പല രാജ്യങ്ങളിലും കെട്ടിപ്പിടിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ കമ്പനിയൊക്കെ ഉള്ളത്. കൺസ്ട്രക്റ്റീവായി ചിന്തിക്കുന്ന അദ്ദേഹം കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി മേഖലയിൽ, കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ അത് ഉറപ്പുവരുന്നതിലും അത് കൺസ്ട്രക്റ്റീവായി അദ്ദേഹം ചിന്തിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ CCC നിലവിൽ വന്നിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഈ ആസ്ഥാന കേന്ദ്രത്തിലും അത് സ്ഥാപിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നതിനെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. തലസ്ഥാനത്ത് തന്നെയാണ് ഇതൊക്കെ തന്നെ ഏറ്റവും ഏറെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണല്ലോ സംസ്ഥാന തലസ്ഥാനങ്ങൾ. ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഈ നല്ല സംവിധാനത്തിൽ ഇന്ന് മുതൽ അതിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. സർവേശ്വരൻ പ്രോത്സാഹനമാകട്ടെ. എല്ലാവരും ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്നു. ജയ്.